മോഷ്ടാവിന് സമ്മാനം കൊടുത്ത കടയുടമയുടെ ആ നടപടി അത് ഒട്ടും നല്ലതല്ല. വിമർശനം രൂക്ഷമായിട്ട് പല വീഡിയോകളിലും കണ്ടായിരുന്നു. എന്തായാലും ആ കള്ളന് വേണ്ടി സഹതപിച്ചവർക്ക് ഇനി നിരാശപ്പെടേണ്ടി വരും. അമ്മാതിരി വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ കള്ളന്റെ തനി സ്വരൂപം ഇവിടെ ഈ വിസ്മയ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോഴാണ് എന്റെ കട വന്ന ആളാണ് എനിക്ക് പൂർണ്ണമായി ബോധ്യമാണ്. ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഒരു വാർത്ത ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇയാൾ അതിനുശേഷം റാക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി എടുത്ത് പോക്കറ്റിലേക്ക് തിരുകുന്നു. ഈ തിരുകുന്ന സാധനങ്ങളൊക്കെ നല്ല വില കൂടിയ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെയാണ്. അതിനുശേഷം സാധനമൊന്നും വാങ്ങാതെ കാർഡ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് ഇയാൾ ഇവിടെ നിന്ന് പോവുകയും തുടർന്ന് വാഹനത്തിൽ കയറി കടന്നു കളയുകയും ചെയ്യുന്ന ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ അയാൾ പോക്കറ്റിലേക്ക് തിരുകുന്ന മനസ്സിലാക്കാൻ കഴിയും. ഇയാൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഇത്തരം മോഷണങ്ങൾ നടത്തിയതായാണ് വിവരം നമുക്ക് ലഭിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് ലോൺ എടുത്തും പലിശക്കെടുത്തും പൈസ കൊണ്ടുവന്ന് 8%, 4% ലാഭം കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഹിന്ദു സെല്ലിവറിന്റെ ലാക്മേയും ഫോഗിന്റെ പെർഫ്യൂം ഒക്കെ. അതുകൊണ്ട് വെച്ച് ചുമ്മാ വന്ന് അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ വന്ന് പോക്കറ്റ് വാരിയിട്ടുണ്ട് പോകുന്ന പെടാപ്പാട്. അതിനിടയ്ക്കാണ് ഇങ്ങനെ വന്ന് ഈ ആശാന്മാർ വന്ന് ഈ കാണിച്ചിട്ട് പോകുന്നത്. ഇവൻ ഇങ്ങനെ പറന്നു നടന്ന് മോഷ്ടിക്കുന്നൊരുത്താണ്. ഈ മോഷണം ഭയങ്കരമായി കലാപരമായി ചെയ്യുന്നൊരുത്തനാണ്. ഏകദേശം 7000-ഓളം രൂപ വില മതിക്കുന്ന സാധനങ്ങൾ പോക്കറ്റുകൾ തിരികെ കടന്നു കളയുകയാണ് ചെയ്തത്. ആ സമയത്ത് 1 രൂപയുടെ ഒരു മുട്ടസൂചി പോലും വാങ്ങാതെ കൊണ്ടുപോയത് അല്ലേ? അതെ, 1 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യം മൂലമാണെന്ന് പറഞ്ഞവർക്കൊക്കെ അണ്ണാക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ കള്ളനോട് സഹതാപം തോന്നുന്നവർക്ക് കൂട്ടായി ഒരുമിച്ചൊരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ തുടങ്ങി ഈ മോഷ്ടാവിനെ സഹായിക്കാവുന്നതാണ്.